ഈശ്വരോ ഇതെന്തൊരു പാട്, പിണറായിയെ മുണ്ട് ചതിച്ചു. ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ. എന്റെ ഒരു കൈ എവിടെയാണ്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ മുണ്ട് ചതിച്ചു. ആ കാര്യത്തിൽ വരുന്നതിന് മുൻപായി നമുക്ക് മുണ്ടിനെ കുറിച്ച് ചില ഒരു ആമുഖം നൽകേണ്ടതുണ്ട്. മുണ്ട് എന്ന് പറയുന്നത് മലയാളിയുടെ എക്കാലത്തെയും വികാരമാണ്, മലയാളിയുടെ സ്വതസിദ്ധമായ വേഷമാണ്. തമിഴ്നാട്ടിലൊക്കെ മുണ്ടുണ്ടെങ്കിലും മലയാളികളാണ് ഈ മുണ്ടിൻ്റെ ജുബ്ബയുടെയും അധികാരികൾ എന്നാണ് പൊതുവെ വെയ്പ്പ്. നമ്മൾ ബഹുമാന അർത്ഥമാണ് ഈ മുണ്ട് അഴിച്ചിടുന്നത്. നമ്മുടെ അധ്യാപകരുടെ മുന്നിലോ നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാരുടെ മുന്നിലോ നമ്മുടെ മാതാപിതാക്കളുടെ മുന്നിലോ ഒന്നും തന്നെ നമ്മൾ മുണ്ട് മടക്കി കുത്തി നിൽക്കാറില്ല. മുണ്ട് അഴിച്ചിടുമ്പോൾ അത് വിനയത്തിൻ്റെ സിമ്പലാവുകയും മുണ്ട് മടക്കി കുത്തുമ്പോൾ അത് ധിക്കാരത്തിൻ്റെ ഭാവമാവുകയും ചെയ്യും. അങ്ങനെ മുണ്ടിന് പലതരത്തിലെ അർത്ഥങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയക്കാർ പലപ്പോഴും മുണ്ട് അഴിച്ചിട്ടാണ്, അതായത് മുണ്ട് മടക്കി കുത്താതെയാണ് നടക്കുക. പിണറായി വിജയനും അത്തരത്തിൽ മുണ്ട് അഴിച്ചിട്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹം മുണ്ട് മടക്കി കുത്തിയത് അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. വി എസിന് നമുക്കറിയാമല്ലോ, വി എസ് പണ്ട് മുണ്ട് മടക്കി കുത്തി അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു അട്ട കടിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. അന്ന് മതികെട്ടാൻ മലയിൽ പോയ സമയത്ത് വി എസ് അച്യുതാനന്ദൻ മുണ്ട് മടക്കി കുത്തുന്നതും രാവിലെ ഈ കള്ളിക്കൈലിയും ഉടുത്ത് അദ്ദേഹം വ്യായാമം ചെയ്യുന്നത് നടക്കുന്നതും ഒക്കെ നമ്മൾ സ്ഥിരമായി കാണാറുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി രാവിലെ അദ്ദേഹം പതിവായി നടക്കും, പിന്നീട് സൂര്യപ്രകാശത്തിൽ കുറച്ചു നേരം നിൽക്കും. അപ്പോൾ വി എസ് സ്ഥിരമായി കൈലിയാണെങ്കിലും അത് മടക്കി കുത്തിയാണ് അവസാന കാലം വരെയും അദ്ദേഹം അത്തരം ഫോർമാലിറ്റീസ് ഒന്നും വി എസിനില്ല. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിലേക്ക് വന്നതോടുകൂടി ഈ മുണ്ട് അഴിച്ചിട്ടാണ് സ്ഥിരം നടക്കാറുള്ളത്. ഇനി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഈ വേഷം അദ്ദേഹം മാറും. അദ്ദേഹത്തിൻ്റെ വേഷം സ്യൂട്ടും കോട്ടും ഒക്കെയായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വയനാട് കള്ളാടി ദുരന്ത സ്ഥലത്ത് പിണറായി വിജയനും കൂട്ടരുമെത്തി. 153 സ്റ്റേറ്റ് ഗാർഡിലാണ് അദ്ദേഹം വന്നത്. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സ്വീകരിക്കാനായി അവിടെ മന്ത്രി AP അനിൽകുമാർ നിൽപ്പുണ്ട്. ഇവര് 3 പേരും ഇറങ്ങുന്നു. അവിടെയാണ് പിണറായിക്ക് പ്രശ്നം പറ്റിയത്. ഈ മുണ്ട് മടക്കി കുത്താനുള്ള പ്രയാസം അദ്ദേഹത്തിന് വന്നു. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം യുവജന വിദ്യാർത്ഥി സംഘടനാ കാലത്തൊക്കെ പ്രവർത്തിച്ചപ്പോൾ കൈലിയും കട്ടൻ ചായയും പരിപ്പുവടയും തിന്നു നടന്ന ആളാണ്, മുണ്ട് മടക്കി കുത്തി നടന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഈ 10 വർഷത്തെ നിരന്തരമായ ഭരണത്തിൻ്റെ തുടർച്ച ആവണം അദ്ദേഹത്തിന് അങ്ങനെ മുണ്ട് മടക്കി കുത്തി പരിചയമില്ല. അപ്പോൾ ഈ കാറിൽ നിന്ന് ആദ്യം MV ഗോവിന്ദൻ ഇറങ്ങുന്നു, തൊട്ടു പിന്നാലെ പിണറായി വിജയൻ ഇറങ്ങുന്നു, തൊട്ടു പിന്നാലെ MV ജയരാജൻ ഇറങ്ങുന്നു. അവരെ സ്വീകരിക്കാനായി റെയിൻകോട്ടൊക്കെ ഇട്ട് മന്ത്രി AP അനിൽകുമാർ നിൽക്കുന്നു. ഇനിയാണ് പ്രശ്നം വരുന്നത്. ആദ്യം മുണ്ട് മടക്കി കുത്താൻ അദ്ദേഹം ശ്രമിച്ചു നോക്കുന്നു. ഉടനെ തന്നെ ഒരു സിഗ്നൽ നൽകുന്ന രീതിയിൽ ആദ്യം MV ഗോവിന്ദൻ ഈ മുണ്ട് മടക്കി കുത്തി കാണിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. അദ്ദേഹത്തിന് MV ഗോവിന്ദൻ മുണ്ട് മടക്കി കുത്തിയതുപോലെ പിണറായി വിജയന് മുണ്ട് മടക്കി കുത്താനാവുന്നില്ല. അപ്പോഴാണ് തൊട്ടു പുറകിൽ MV ജയരാജൻ മുണ്ട് മടക്കി കുത്തി കാണിക്കുന്നു. എന്നിട്ടും പിണറായി വിജയന് മുണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഒരു വിധത്തിലാണ് അദ്ദേഹം ഈ മുണ്ട് മടക്കി കുത്തി ഉടുത്തത്. എന്നിട്ട് പോലും അത് ശരിയായില്ല. അത് മുണ്ട് മടക്കി കെട്ടിവെക്കുകയാണ് ചെയ്തത്. സാധാരണ നമ്മൾ മുണ്ട് മടക്കി ഞൊറിഞ്ഞാണ് അകത്തോട്ട് വെക്കുന്നത്. എന്നാൽ ഇവിടെ പിണറായി വിജയൻ ഇങ്ങനെ കെട്ടിയാണ് ഈ മുണ്ട് വെക്കുന്നത്. അത് അദ്ദേഹത്തിന് ഈ 10 വർഷത്തെ ആർഭാട ജീവിതത്തിനിടയിൽ മറന്നുപോയ ഒരു കാര്യമാണോ ഈ മുണ്ട് മടക്കി കുത്തൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശീലം. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അങ്ങനെ മുണ്ട് മടക്കി കുത്തി പൊതുവേദിയിൽ എത്തുന്ന കാഴ്ച ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ഇന്ന് വരെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലോ ഏതെങ്കിലും ഒരു പൊതുവേദിയിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. അദ്ദേഹം എപ്പോഴും മുണ്ട് അഴിച്ചിട്ടാണ് നടക്കുന്നത്. അല്പം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ അല്പം കൂനിയാണ് നടക്കുന്നത്. ആരെയും അങ്ങനെ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യാറില്ല, അങ്ങോട്ട് കയറി പരിചയപ്പെടാറില്ല. അദ്ദേഹം സ്വതേ ഒരു ഗൗരവ സ്വഭാവ പ്രകൃതിക്കാരനാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. മൈക്കിനോട് ചണ്ട കൂടുക,
അതേപോലെ തന്നെ സാധാരണക്കാരനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിക്കാൻ പറയുക, അങ്ങനെ ഇത്തിരി മുൻചുണ്ടിയുള്ള ആളാണ്. അതൊക്കെ തന്നെയാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടിച്ചതും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ തന്നെ വെറുപ്പിക്കുന്ന, പൊതുജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഭാഷയും അങ്ങനെയാണ്. സാധാരണക്കാരനോട് തട്ടിക്കയറുക, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുക, മൈക്ക് സെറ്റുകാരനോട് തട്ടിക്കയറുക, മൈക്ക് കുത്തി ഒടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമായിരുന്നു പിണറായി വിജയൻ. അത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പിണറായി വിരുദ്ധ തരംഗമുണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം സ്വഭാവങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. ഇനി അധികം നീട്ടുന്നില്ല, നമുക്ക് ആ ഒരു ദൃശ്യത്തിലേക്ക് പോകാം. ആ 153 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കാർ വരുന്നു, MV ഗോവിന്ദൻ ഇറങ്ങുന്നു, തൊട്ടു പിന്നാലെ അദ്ദേഹം ഇറങ്ങുന്നു. പിന്നീടാണ് MV ജയരാജൻ വരുന്നത്. MV ജയരാജനും ഗോവിന്ദൻ മാസ്റ്ററും മുണ്ട് മടക്കി കുത്തി ഉടുത്ത് കാണിക്കുന്നു. അത് നോക്കിയിട്ടാണ് പിണറായി വിജയൻ ഒരു വിധത്തിൽ മുണ്ട് മടക്കി കുത്തുന്നത്. പക്ഷെ എന്നാലും അങ്ങോട്ട് ശരിയാകുന്നില്ല. ആ ഒന്ന് കാണാം. ഈശ്വരോ എന്തൊരു പാട് എന്ന് പറയുന്ന പഴയ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ മിമിക്രിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ ആ മുണ്ട് മടക്കി കുത്തൽ നമുക്ക് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.